എൻ്റെ പേര് സണ്ണി സെബാസ്റ്റ്യൻ, എൻ്റെ ഭാര്യ ജെസ്സി. ഞാനിവിടെ വന്നപ്പോഴത്തേക്ക് സൈറ്റ് കണ്ടു. അപ്പോൾ ഈ റോഡ് ഇതുമൊക്കെ ഉള്ളൂ, ബാക്കി ലാൻഡെല്ലാം ഡെവലപ്പ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പ്ലോട്ടുകളായിട്ട് ഇങ്ങനെ ഇവിടെ ഓരോ കുറ്റി അടിച്ചിട്ട് ഇങ്ങനെ തിരിച്ചിട്ടിരിക്കുന്നു. നോക്കി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇത് ചോദിച്ചു. ഓക്കെ അവർ പറഞ്ഞു. അതനുസരിച്ചിട്ടാണ് ഞാൻ പിന്നീടുള്ള ഇത് ചെയ്തത്. ഞാൻ ഈ ബിൽഡ് ഓൺ ഡെവലപ്പേഴ്സിനെ കുറിച്ച് കണ്ടപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് സെർച്ച് ചെയ്തു. രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പിന്നെ പേയ്മെൻറ്റ് മോഡിനെ കുറിച്ച് ചോദിച്ചു. അവർ എനിക്കൊരു ഷെഡ്യൂൾ അയച്ചു തന്നു. അതും വളരെ റീസണബിൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അഡ്വാൻസ് ആദ്യം ഇത്ര, അത് കഴിഞ്ഞ് നമ്മുടെ സ്ഥല രജിസ്ട്രേഷൻ, അത് കഴിഞ്ഞ് ഓരോരോ സ്റ്റേജിന് പല വിഭാഗമായിട്ട് അവർ തിരിച്ചുകൊണ്ട് ചെറിയ ചെറിയ ഇതായിട്ട് നമ്മളോട് അടയ്ക്കാനാണ് പറഞ്ഞത്. പിന്നെ ബാങ്ക് ലോണ്, അതിനുവേണ്ട എല്ലാ സഹായങ്ങളും അവരുടെ ബാങ്കിൽ നിന്നുള്ള റെപ്രസെൻറ്റേറ്റീവിനെയൊക്കെ പറഞ്ഞു കൊടുക്കുകയും അതിന് വേണ്ട ഡോക്യുമെൻറ്റ്സ് എല്ലാ സമയങ്ങളിൽ അവർ കൃത്യമായിട്ട് എത്തിച്ചു തന്നു. പിന്നെ വീടിൻ്റെ പ്ലാന്, അതിപ്പോൾ ഇവിടുത്തെ ആർക്കിടെക്റ്റും ഞങ്ങളുടെ ആവശ്യവും കൂടി ആയിട്ട് ഏകദേശം ഒരു 5-6 തവണ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം ഒരു ധാരണയിലെത്തി. അതനുസരിച്ച് നമ്മുടെ പ്ലാനൊക്കെ തയ്യാറാക്കി കല്ലിട്ടു. അത് കഴിഞ്ഞപ്പോൾ ഇവിടെ പണി തുടങ്ങി. അപ്പോൾ ആക്ച്വലി ഇവിടെ പണി തുടങ്ങിയപ്പോൾ മുതൽ ഞാൻ ഇടയ്ക്ക് ഇൻ്റർമീഡിയൻ്റ് ആയിട്ട് വന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. കാരണം ഇവർ ബ്രോഷറി പറയുന്ന പ്രകാരമാണോ നമ്മളുടെ ഇത് മെറ്റീരിയൽസ് എങ്ങനെയുണ്ട്, ഇതൊക്കെ ഞാൻ നോക്കി. ഇവിടെ ഇറക്കിയ ഈ ഫോർ എക്സാമ്പിൾ നമ്മുടെ സാൻഡ് തന്നെ അതിൻ്റെ CU സൈസ് എങ്ങനെയുണ്ട്, ഇവിടെ ഉപയോഗിക്കുന്ന ഇഷ്ടികയുടെ ക്രഷിംഗ് സ്ട്രെങ്ത് എങ്ങനെയുണ്ട്, കല്ല് നല്ലതാണോ, മെറ്റൽ ഒക്കെ വാഷ് ചെയ്ത് നല്ല ഇത് പ്യുവറാണോ, ഇതെല്ലാം ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മിക്കവാറും ഇടയ്ക്ക് ഒന്ന് വാഷ് ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ എനിക്കിതിനെക്കുറിച്ചുള്ള ധാരണ എന്ന് പറഞ്ഞാൽ ഞാൻ മക്കൾക്ക് വേണ്ടിയൊക്കെ എനിക്ക് വേണ്ടിയായിട്ടൊരു ഏറെക്കുറെ ഏതാണ്ട് ഒരു 9,000 സ്ക്വയർ ഫീറ്റ് വീട് പണിയിച്ചിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ വന്ന് നോക്കിയപ്പോഴത്തേക്ക് ഇവരുടെ നല്ല ഇഫക്റ്റീവ് ആയിട്ടുള്ള സൂപ്പർവിഷൻ ഉണ്ട്. നമ്മൾ വന്നില്ലെങ്കിലും ഇവരുടെ സൂപ്പർവിഷന് ക്യൂറിങ് ഇത് ചെയ്യുന്നത് ഇതെല്ലാം ഞാൻ വാച്ച് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ എനിക്ക് പൂർണ്ണ സംതൃപ്തിയുണ്ട്, 100% സംതൃപ്തിയുണ്ട് ഇവരുടെ വർക്കിൻ്റെ കാര്യത്തിൽ. വീടിന്റെ അകം നമുക്ക് എങ്ങനെ വേണമെങ്കിലും അവര് അഡ്ജസ്റ്റ് ചെയ്ത് വരച്ചു തരും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്. അതും ഒരു ഹൈലൈറ്റ് ആയിരുന്നു. പുറം മാത്രം എല്ലാ വീടും ഒരുപോലെ, അതതിന്റെ ഭംഗിയാണ്. എല്ലാ വീടും ഒരുപോലെ ഇരിക്കുക, ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി ജീവിക്കുക, വയസ്സായവർക്ക് വേറെ ത്രട്ടനിങ് ആയിട്ടുള്ള കാര്യങ്ങൾ, തീപ്സോ അങ്ങനത്തെ ഇതൊന്നും ഉണ്ടാവാതെ നമുക്കെല്ലാം സേഫായിട്ട് താമസിക്കാൻ പറ്റുന്ന ഒരിടം, ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി, അതിൻ്റെ എല്ലാ സെക്യൂരിറ്റി എല്ലാം നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഹാപ്പിയാണ് ഞങ്ങള്. പൊതുവേ ഇവിടുത്തെ ഡീലിങ്സ് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സുതാര്യമായിരുന്നു. നമുക്ക് യാതൊരുവിധ ടെൻഷൻ ഉണ്ടാക്കുന്ന, ഇപ്പോഴത്തെ പല ബിൽഡേഴ്സിനെ അറിയാമല്ലോ, നമ്മളെ ശരിക്കും ടെൻഷൻ എടുപ്പിക്കും. അങ്ങനെ എനിക്ക് ഈ വീട് പണിതപ്പോൾ യാതൊരുവിധ ടെൻഷനും ഉണ്ടായിട്ടില്ല. സ്ട്രക്ചർ പണി നടന്നപ്പോൾ മുഴുവൻ ഞാൻ കൃത്യമായിട്ട് വന്ന് സൂപ്പർവൈസ് ചെയ്തിരുന്നു. കാരണം ഇവരുടെ എങ്ങനെയാണ് വാട്ടർ ക്യൂറിങ് പ്രോസസ്സ്, അതിൻ്റെ ഇത് എല്ലാം ഞാൻ നോക്കി. കാരണം ഞാൻ ആ കാര്യത്തിൽ ഇവരെ എന്തായാലും എനിക്ക് അഭിനന്ദിക്കാതെ പറ്റില്ല. പിന്നെ ഇതിനെക്കുറിച്ച് മൊത്തം പുറത്തൊരാളോട് ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏതാണ്ട് 100%, എൻ്റെ അനുഭവം വെച്ചിട്ട് 100% വിശ്വസിക്കാവുന്ന ഒരു ഗ്രൂപ്പാണ് ബിൽഡ് ഓൺ ഡെവലപ്പേഴ്സ്.